തൃശൂർ ആസ്ഥാനമായി ഹോപ്പ് കൗൺസിലിംഗ് സെന്റർ എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു. ഹോപ്പ് സൈക്കോളജി കൗൺസിലിംഗ് സെന്ററിൽ കുട്ടികൾ, കൗമാരക്കാർ, മുതിർന്നവർ, പ്രായമായവർ എന്നിവർക്കായി സമഗ്രമായ മാനസിക സേവനങ്ങൾ, എല്ലാവരുടെയും മാനസിക ക്ഷേമത്തിലേക്കുള്ള ഒരു പുതിയ യാത്രയുടെ തുടക്കം കുറിക്കാൻ ഹോപ്പ് കൗൺസിലിംഗ് സെന്റർ, ഓപ്പോസിറ്റ് സരോജ ഹോസ്പിറ്റൽ, ഷൊർണൂർ റോഡ്, തൃശൂർ. രാജ്യത്തിന്റെ രാഷ്ട്രീയ ഘടന അപകടകരമായ രീതിയിൽ മുന്നോട്ടു പോകുന്നുവെന്ന് CPIM നേതാവ് A. വിജയരാഘവൻ. RSS പിന്നിൽ നിന്ന് നിയന്ത്രിക്കുന്ന BJP ആണ് രാജ്യം ഭരിക്കുന്നത്. ഹിന്ദുത്വ അജണ്ടയാണ് അവർ നടപ്പിലാക്കുന്നത്. തീവ്ര ഹിന്ദുത്വം മുസ്ലിം വിരുദ്ധമാണ്. ഒരു മുസ്ലിമായ വ്യക്തി ഒരു കേസിൽ പ്രതിയായാൽ അദ്ദേഹത്തിന്റെ വീട് തകർക്കുന്നു. ഹലാൽ എന്ന വാക്ക് തന്നെ നിരോധിച്ചു. മുസ്ലിം വിശ്വാസവുമായി ബന്ധപ്പെട്ട വാക്കാണ് ഹലാൽ. തീർത്ഥാടനം നടത്തുന്ന മേഖലയിൽ മറ്റു മതസ്ഥർ കച്ചവടം നടത്തരുതെന്ന് നിർദ്ദേശം കൊടുക്കുന്നുവെന്നും A. വിജയരാഘവൻ പറയുന്നു. എല്ലാ വിഭാഗക്കാർക്കും തുല്യ പരിഗണന നൽകുന്ന രാജ്യമാണ് ഇന്ത്യ. ഭരണഘടനയുടെ തുടക്കം മുതൽ RSS അതിനെ എതിർത്തു. ഹിന്ദുത്വ അജണ്ടകളാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. മതേതരത്വം ഇല്ലാതാക്കാനാണ് ശ്രമം. അതിനുവേണ്ടി മനഃപൂർവ്വം മതവർഗീയത ഉണ്ടാക്കുന്നു. ഒരു ജഡ്ജി മുസ്ലിം വിരുദ്ധ വർഗീയ പ്രസംഗം നടത്തി. ഇന്നത്തെ ജഡ്ജി നാളത്തെ BJP സ്ഥാനാർത്ഥിയെന്നും A. വിജയരാഘവൻ പറഞ്ഞു. ആരിഫ് മുഹമ്മദ് ഖാൻ ആകെ ഒരു സത്യം മാത്രമാണ് പറഞ്ഞത്. പറമ്പ് വിറ്റും കേരളത്തിൽ കുട്ടികളെ പഠിപ്പിക്കും എന്നാണ് പറഞ്ഞത്. കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളിൽ ഇഷ്ടപ്പെട്ട വിഷയത്തിൽ പഠിക്കാൻ അവസരം ഇല്ല എന്നാണ് ഒരു പത്രക്കാരൻ പറഞ്ഞത്. ഇഷ്ടപ്പെട്ടതുപോലെ ലോകത്ത് എവിടെയെങ്കിലും നടക്കുമോ? മെറിറ്റ് നോക്കിയല്ലേ കിട്ടുക, A. വിജയരാഘവൻ പറഞ്ഞു. മലപ്പുറം മതനിരപേക്ഷ നാട്. ചിലർ വർഗീയത പ്രചരിപ്പിക്കുന്നു. മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യൻ എന്നിവയിൽ കൂടുതലും വർഗീയവാദികളല്ല. എന്റെ വീടിന് ചുറ്റും മുസ്ലിങ്ങളാണ്. ഏറ്റവും അഭിമാനകരമായ കാര്യം ആണത്, A. വിജയരാഘവൻ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Facebook ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.